ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റിയത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ട് കുഞ്ഞ് പേപ്പർ പ്ലേറ്റാണ്. ഇത് നമ്മളൊന്ന് നടുവേ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എന്നിട്ട് നമ്മളൊരു അളവ് പിടിച്ചിട്ട് നമുക്ക് എന്തോരാണോ ഉള്ളിൽ ആ ഒരു ഇത് വേണ്ടത്, റൗണ്ട് വേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ പിടിച്ചിട്ട് ഇതിൻ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്ലവറാണ് ചെയ്യാൻ പോണത്. അപ്പം ഇത് ഫ്ലവറിൻ്റെ ഇതളുകളാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ഓരോ സെറ്റും പിടിച്ചിട്ട് അടിയിലത്തതും മേലത്തതും പിടിച്ചിട്ട് ഇതുപോലെ സൈഡൊന്ന് ചിരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡ് ചിരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്ലിയർ ആവണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡില്ലേ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ഒരു അറ്റത്തു നിന്ന് റൗണ്ടായിട്ട് ഒരു എതള് പോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ 3 പേപ്പർ പ്ലേറ്റാണ് ഉള്ളത്. ഒരെണ്ണത്തിൽ ഞാൻ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേന് അതിൽ കളർ പിടിച്ചില്ല കേട്ടോ, വേറൊരെണ്ണത്തിൽ കളർ ചെയ്തപ്പോൾ പിടിച്ചു. അപ്പോൾ ഈ ഒരു നടുഭാഗത്തു നിന്ന് ഒരു മടക്ക് വരുന്ന ഭാഗത്തു നിന്ന് ഒന്ന് കട്ട് ചെയ്ത് വിടുക. അതിൻ്റെ കൂടെ തന്നെ 2 or 3 ഇതളുകൾ ചേർത്തിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ. അതിന് ശേഷം പശ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഈ ഒരു എൻഡ് തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ആ ഒരു കുഴിഞ്ഞ് വരില്ലേ അടിഭാഗത്ത്, അതുപോലെ വന്നിട്ടുണ്ട് നടുഭാഗത്ത്. ഇനി നമ്മളൊരു പേനയോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വരും. ഇനി നമുക്കിതാ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ പെയിൻറ്റാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പല പെയിൻറ്റുകളുണ്ട്, പക്ഷേ ഞാനിപ്പം റെഡാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പെയിൻറ്റ് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻറ്റ് ചെയ്ത് അതവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പേപ്പർ, ഗ്രീൻ കളർ പേപ്പർ ചുരുട്ടിയെടുക്കാം. ഗ്രീൻ കളർ തന്നെ വേണമെന്നൊന്നുമില്ല, ന്യൂസ് പേപ്പർ ആയാലും ചുരുട്ടിയെടുത്താൽ മതി. ഒരു ഈർക്കിലി ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ചുരുട്ടിയെടുത്തത്. എന്നിട്ട് ആ ഈർക്കിലി അങ്ങ് ഊരി മാറ്റിയതിന് ശേഷം അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, അറ്റഭാഗത്തായിട്ട് ഒന്ന് 3 കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൂ ഇച്ചിരി കുഴിഞ്ഞിരിക്കുന്നത് കാരണം ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്, പശ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇതുപോലെ നമ്മളൊന്ന് അമർത്തി പിടിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണൊന്നുമില്ല കേട്ടോ, ഗ്ലൂ ഗണ്ണുള്ളവർക്ക് പെട്ടെന്ന് കഴിയും. എൻ്റെ അടുത്ത് പശ മാത്രമേ ഉള്ളൂ, അത് കാരണം കുറച്ച് ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൂവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇല കട്ട് ചെയ്തെടുക്കണം. ഇല കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു ഗ്രീൻ കളർ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തുനിന്ന് ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഇലകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും വേണമെങ്കിൽ നമുക്ക് പൂക്കൾ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ 2 എണ്ണം ചെയ്തു, അതിൽ ഒരെണ്ണം പെയിൻറ്റ് ചെയ്തത് നന്നായിട്ടില്ല, അതുകൊണ്ട് അത് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി ഒന്നും കൂടി അതിൽ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇലയൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ആ ഒരു പേപ്പർ ചുരുട്ടിയെടുത്തില്ലേ അതിലേക്ക് അതിനിടയ്ക്ക് തന്നെ ഇലയും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനൊരു 2 ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മഞ്ഞ കളറ് നമ്മുടെ ഇതുണ്ടല്ലോ വൂളൻ ത്രെഡ്, അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഈ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ പശയെല്ലാം ആക്കിയതിന് ശേഷം ഞാൻ ആ മഞ്ഞ കളറ് നമ്മുടെ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടി എൻ്റെ ഉള്ളിലേക്ക് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, അത് നമ്മുടെ സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ, ടേക്ക് കെയർ.